സതീശൻ സർക്കാരിനെ കേന്ദ്ര സർക്കാർ പുറത്താക്കും. കേരളമടക്കമുള്ള സർക്കാരുകളെ പിരിച്ചുവിടും. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകളുമായി ബന്ധപ്പെട്ട് പാർലമെൻ്ററി സംയുക്ത സമിതി വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് വലിയ ചർച്ചകൾ നടത്തി വരികയാണ്. അതായത് നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കുമോ അതോ തുടർന്നു പോകാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചൊക്കെ ചൂടുപിടിച്ച ഒരു സംവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള നീക്കങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിനിടെയാണ് തങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 22 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒരേ സമയത്തുള്ള തിരഞ്ഞെടുപ്പ് നിലവിലെ 2034 എന്ന സമയപരിധിയിൽ നിന്ന് 2029 മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള സാധ്യത NDA പരിശോധിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതിനായിട്ട് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നിയമസഭകൾ പിരിച്ചുവിടുന്ന കാര്യമാണ് പരിഗണനയിലുള്ളത്. NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 11 എണ്ണത്തിലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അടുത്ത 2 വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് എന്ന് ചർച്ചകളെക്കുറിച്ചുള്ള അറിവുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ 4 സംസ്ഥാനങ്ങളിൽ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 4 സംസ്ഥാനങ്ങളും ഇപ്പോൾ ഭരിക്കുന്നത് NDAയുമാണ്. 2034 ലോക്സഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ വഴിയൊരുക്കുന്ന ബില്ലുകൾ പരിശോധിക്കുന്നതിനായിട്ട് 2024 ഡിസംബറിലാണ് സമിതി രൂപീകരിച്ചത്. സംസ്ഥാന സർക്കാരുകൾ, നിയമസഭകൾ, അക്കാദമിക് വിദഗ്ധർ, നിയമവിദഗ്ധർ, വ്യവസായ മേഖല എന്നിവർ ഉൾപ്പെടെയുള്ളവരുമായിട്ട് സംവദിക്കാൻ സമിതി വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു. ഈ വർഷത്തെ ശീതകാല സമ്മേളനത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത 2 വർഷങ്ങളിൽ NDA സംസ്ഥാന സർക്കാരുകളിൽ അധികാരം നിലനിർത്തുകയാണ് എങ്കിൽ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം അതത് ഗവർണർമാർക്ക് 2029 ജനുവരിയോടെ ഈ 22 സംസ്ഥാനങ്ങളിലെയും നിയമസഭകൾ പിരിച്ചുവിടുവാൻ സാധിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 174(2) പ്രകാരം നിയമസഭ പിരിച്ചുവിടുവാൻ ഗവർണർക്ക് അധികാരമുണ്ട്. മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമോ അല്ലെങ്കിൽ സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോഴോ ആണ് ഗവർണർ സാധാരണയായി ഇങ്ങനെ ചെയ്യുന്നത്. നിയമസഭ പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 1950 ജനപ്രാതിനിധ്യ നിയമം വ്യവസ്ഥ ചെയ്യുന്നുമുണ്ട്. സമിതിയുടെ പരിഗണനയിലുള്ള ഭരണഘടന, അതായത് 129 ഭേദഗതി ബിൽ 2024, കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ നിയമ ഭേദഗതി ബിൽ 2024 എന്നിവ പ്രകാരം അടുത്ത ഘട്ടത്തിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായിട്ട് പൊതു തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോക്സഭയുടെ ആദ്യ സിറ്റിങ്ങിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി വെട്ടിച്ചുരുക്കും. അതായത് ബില്ലുകൾ പാസ്സായാൽ ഏറ്റവും നേരത്തെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുക അല്ലെങ്കിൽ നടക്കുക 2034 മാത്രമായിരിക്കും. ബില്ലുകളിൽ ഈ പറയുന്ന നിലവിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതിലും നേരത്തെ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇത് NDA മുഖ്യമന്ത്രിമാരാണ് തീരുമാനിക്കേണ്ടത്. ഈ വിഷയം സമിതിയുടെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്നതായിരുന്നു സമിതി അധ്യക്ഷൻ PP ചൗധരി പറഞ്ഞത്. എന്നാൽ ചില BJP മുഖ്യമന്ത്രിമാർ ഇതിനകം തന്നെ ഈ നീക്കത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. സംയുക്ത പാർലമെൻ്ററി സമിതിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുറഞ്ഞത് 4 മുഖ്യമന്ത്രിമാർ, അതായത് ഗോവ, ഉത്തരാഖണ്ഡ്, ഹരിയാന, ഡൽഹി, ഇവർ ഒരേ സമയത്തുള്ള തെരഞ്ഞെടുപ്പിനെ പരിപൂർണമായിട്ട് പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതിന് ഡൽഹിയുടെ ഭരണകാലാവധിയിൽ ഉചിതമായിട്ടുള്ളൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ ഡൽഹി സർക്കാർ അത് ക്രിയാത്മകമായിട്ടുള്ള സമീപനത്തോടെ പരിഗണിക്കുവാൻ തയ്യാറാണ് എന്ന് ജൂലൈ 1 സമിതിയുമായി കൂടിക്കാഴ്ച നടത്തിയ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത വ്യക്തമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജ്യ താൽപ്പര്യത്തിന് ആവശ്യമാണ് എങ്കിൽ അത്തരം സഹകരണം നൽകുന്ന മുൻനിര സംസ്ഥാനങ്ങളിൽ ഒന്നാകാൻ ഡൽഹിക്ക് കഴിയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഡൽഹിയുടെ കാര്യത്തിൽ നിലവിലെ നിയമസഭയുടെ കാലാവധി 1 വർഷം വെട്ടിച്ചുരുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുമാണ്. 2029 ലോക്സഭയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പ് നടത്താനായി നിയമസഭകൾ പിരിച്ചുവിടുവാൻ NDA തീരുമാനിച്ചാൽ യഥാക്രമം 2027 28 തിരഞ്ഞെടുപ്പ് നടത്തേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട സംസ്ഥാനങ്ങളായിട്ടുള്ള ഗോവ, ഗുജറാത്ത്, മണിപ്പൂർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ നിയമസഭകളുടെ കാലാവധി 3 വർഷവും, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, ഒപ്പം തന്നെ രാജസ്ഥാൻ, ത്രിപുര എന്നീ നിയമസഭകളുടെ കാലാവധി 4 വർഷവും വെട്ടിച്ചുരുക്കേണ്ടി വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ട പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, മിസോറാം, തെലുങ്കാന എന്നിവ ഉൾപ്പെടുന്നു. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സംസ്ഥാന നിയമസഭകൾക്ക് 3 മുതൽ 4 വർഷം വരെ ഈ പറയുന്ന പോലെ കാലാവധി അന്നേ ഉണ്ടാകുകയുള്ളൂ. മണ്ഡല പുനർനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പുറമെ ഈ നീക്കം NDAയും പ്രതിപക്ഷവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. 22 NDA സംസ്ഥാനങ്ങൾ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊരു സാങ്കല്പിക കാര്യമാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുള്ള ജയറാം രമേശ് പ്രതികരിക്കാൻ വിസമ്മതിച്ചതും നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനെ എതിർക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും ഉത്തരവാദിത്തത്തിന് നിരക്കാത്തതുമാണ് എന്നും
JPC വിഷയം ഈ പരിശോധിച്ച് വരികയാണെന്നും ശീതകാല സമ്മേളനം വരെ റിപ്പോർട്ട് നൽകാൻ സമയമുണ്ട് എന്നും ഞങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താൻ തക്കതായിട്ടുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ 2024 കോൺഗ്രസ് DMK MP മാർ ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നതിനെ ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ച് എതിർത്തിരുന്നു. മെയ് മാസത്തിൽ കമ്മിറ്റി അന്നത്തെ കർണാടക ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോഴും അദ്ദേഹം ബില്ലുകളെ എതിർത്തിരുന്നു. ഇതുവരെ മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഗുജറാത്ത്, ഡൽഹി, ഗോവ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളുമായിട്ട് സമിതി ചർച്ച നടത്തുകയും ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സർക്കാരിനെയും, അതായത് ഒരുമിച്ചുള്ള ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നൊരു പദ്ധതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളമടക്കം തമിഴ്നാട് അടക്കം പിരിച്ചുവിടപ്പെടുമോ എന്നുള്ള ആശങ്കയിലാണ്. കേരളത്തിനെയും പിരിച്ചുവിട്ടേക്കാം, സതീശൻ സർക്കാരിനെയും പിരിച്ചുവിട്ടേക്കാം, തമിഴ്നാടിനെയും പിരിച്ചുവിട്ടേക്കാം, ജോസഫ് വിജയ് എന്ന് പറയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ സർക്കാരിനെയും പിരിച്ചുവിട്ടേക്കാം. അങ്ങനെ ഈ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞാൽ അവരൊരു നീക്കം കൂടി നടത്തും. ആ നീക്കത്തിൽ സതീശൻ സർക്കാരിനെയും വെട്ടി താഴെയിടും, ഒപ്പം തന്നെ വിജയൻ സർക്കാരിനെയും വെട്ടി താഴെയിടും. കേരളത്തിനും തമിഴ്നാടിൻ്റെ സർക്കാരുകളെ പിരിച്ചുവിടുവാനുള്ള ഒരു അവസ്ഥയിലേക്കും കേന്ദ്ര സർക്കാർ എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.